ഭസ്മഭൂഷിതമാണ് ശിവന്റെ ദേഹം. വെറും ഭസ്മമല്ല, ചുടല ഭസ്മം. എത്ര അശുദ്ധിയിലും ശരീരത്തെ ശുദ്ധമാക്കാനുള്ള ശക്തി ഭസ്മത്തിനുണ്ട്. ഭസിതം, വിഭൂതി, രക്ഷ എന്നും ഭസ്മത്തിന് പേരുകളുണ്ട്. പാപങ്ങളെ ഭസ്മീകരിക്കുന്നു എന്നതാണ് ഭസ്മം എന്ന വാക്കിനർത്ഥം. ഭസ്മധാരണത്തെ നിസ്സാരമായി നാം കാണരുത്. മഹേശ്വര വ്രതമായി കണക്കാക്കുന്ന ഭസ്മധാരണം സർവപാപ നാശകരമാണ്. അതുപോലെ തന്നെ ശിവകടാക്ഷത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം. ഒരു ആചാരത്തിന് പുറമെ ശരീരശാസ്ത്രപരമായി ഭസ്മധാരണത്തിന് പ്രാധാന്യമുണ്ട്. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ ഭസ്മധാരണ ശേഷം ഭക്തിയോടെ നാമം ജപിക്കാൻ പ്രായമായവർ ഉപദേശിക്കാറുണ്ട്. ഇതിന് പിന്നിലും ഒരു ശാസ്ത്രീയ വശമുണ്ട്. സായം സന്ധ്യയിൽ അന്തരീക്ഷം വിഷാണുക്കൾ നിറഞ്ഞിരിക്കും. ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. നിർദ്ദിഷ്ട സമയത്ത് ഭസ്മം ധരിച്ച ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും പുഷ്ടിവർദ്ധന ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം തെളിയിക്കുന്നത്. ഭസ്മം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ധരിക്കുന്നതിനും ഓരോ ഫലങ്ങളാണ്. നെറ്റിത്തടം, കഴുത്ത്, തോളുകൾ, കൈമുട്ടുകൾ, നെഞ്ച്, വയർഭാഗം, കണങ്കാലുകൾ എന്നീ ഭാഗങ്ങളിലാണ് സാധാരണയായി ഭസ്മധാരണം നടത്തുന്നത്. ശരീരത്തിന്റെ പ്രധാന ഭാഗവും ജ്ഞാനത്തിന്റെ കേന്ദ്രസ്ഥാനവുമായ നെറ്റിത്തടത്തിൽ ഭസ്മക്കുറി തൊടുന്നത് ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. പ്രഭാത സ്നാനം കഴിഞ്ഞാലുടൻ പുരുഷന്മാർ ഭസ്മം കുഴച്ചു തൊടണം. ഇടത്തെ ഉള്ളം കൈയിൽ ഭസ്മമെടുത്ത് വലതുകരം കൊണ്ട് അടച്ചു പിടിച്ച് ഭസ്മധാരണ മന്ത്രമോ പഞ്ചാക്ഷരി മന്ത്രമോ ജപിച്ച് വെള്ളമൊഴിച്ച് ഭസ്മധാരണം നടത്തുക. നനഞ്ഞ ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കാനും നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. ചുരുക്കത്തിൽ പവിത്രമായ ഭസ്മത്തിന് ഔഷധ ഗുണവുമുണ്ട്. പ്രഭാത സ്നാനത്തിന് ശേഷം മാത്രമേ ഭസ്മം നനച്ച് തൊടാവുള്ളൂ. പുരുഷന്മാർ രാവിലെ നനച്ചും വൈകിട്ട് നനയ്ക്കാതെയും വേണം ഭസ്മം തൊടാൻ. എന്നാൽ സ്ത്രീകൾ ഭസ്മം നനച്ച് തൊടാൻ പാടില്ല. ശരിയായ വണ്ണം നിർദ്ദിഷ്ട ശരീരഭാഗങ്ങളിൽ ഭസ്മം ധരിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുണർവിനും ഉത്തമമത്രേ. ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ എന്നിവ ഉപയോഗിച്ച് ഭസ്മം തൊടുക. സന്യാസിമാർ മാത്രമേ 3 ഭസ്മക്കുറി അണിയാൻ പാടുള്ളൂ. ഓരോ ഭസ്മരേഖയും തനിക്ക് കഴിഞ്ഞുപോയ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നീ ഗൃഹസ്ഥാശ്രമങ്ങളുടെ സൂചനയാണ്. ഭസ്മധാരണം മഹേശ്വര പ്രീതികരമാണ്.